കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ഫ്ലേവറുള്ള ഈ ഒരു മസാല നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്കായും ചെയ്തു. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ മല്ലി കരിഞ്ഞു പോയരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ കരിഞ്ഞു പോവില്ല. ചൂട് ക്രമീകരിച്ച് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാലും അത്യാവശ്യം നല്ല ചൂടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മല്ലിയൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ക്രിസ്പി ആവണം. ഒരു കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഒരു പൊട്ടുന്ന പരുവത്തിലായി കിട്ടിയാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനും ഏകദേശം ഒരേ മൂപ്പാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ മൂപ്പായിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. നമ്മൾ കടലപ്പരിപ്പൊക്കെ എടുത്ത് വായിലിട്ടാൽ നല്ല പൊട്ടുന്ന ആ ഒരു പരിവുണ്ടല്ലോ, ആ ഒരു രീതിക്ക് ആയിട്ട് വരണം. അപ്പോൾ അതായത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും ചേർത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 എരിവുള്ള മുളകും പിന്നെ ഒരു 3 കാശ്മീരി മുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കളറും കിട്ടും, പാകത്തിനുള്ള എരിവും കിട്ടും. പിന്നെ വറ്റൽമുളക് മാത്രം, അതായത് എരിവുള്ള മുളക് മാത്രം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എരിവ് കൂടി പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ വറ്റൽമുളക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ പൊടിക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മുളകിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അരിയും കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളറും കിട്ടും, പാകത്തിനുള്ള എരിവും ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിതാ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരി ഒന്നിങ്ങനെ പൊരിഞ്ഞ് വരണം കേട്ടോ. ഇതാ ഈ ഒരു രീതിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി നമ്മൾ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉലുവ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഈ ഒരു ചട്ടിയിൽ തന്നെ ഈ കറിവേപ്പില മൊരിഞ്ഞ് വരാനുള്ള ചൂടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് ഇത് മൊരിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവും, പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോവും. അപ്പോൾ ആ ഒരു കളറൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ ചിലവരൊക്കെ ചില ഭാഗത്തൊക്കെ സാമ്പാറിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ചെറിയ ജീരകം ചേർത്തില്ല എന്ന് ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊന്നും സാമ്പാറിൽ ചെറിയ ജീരകം ചേർക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് സദ്യയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാകുമ്പോൾ സദ്യയിലുള്ള മിക്ക കൂട്ടാനിലും ചെറിയ ജീരകം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാമ്പാർ കൂടെ ആ ഒരു ടേസ്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്തൊന്നും അത് ചേർക്കാറില്ല. പിന്നെ അത് ലാസ്റ്റ് നമ്മൾ കായാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കായ ഒന്ന് മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണ്ടി വരും. അപ്പോൾ ഞാനിതാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കായം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇങ്ങ് മൊരിഞ്ഞ് കിട്ടണം കായം, എന്നാലേ ഉള്ളൂ അത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ നമുക്ക് ഇതും കോരി മാറ്റി വെക്കാം. അപ്പോൾ അതാ എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാമ്പാർ കൂട്ട്. ഈ ഒരു കൂട്ട് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ സാമ്പാറിന്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഇനി തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒക്കെ അരക്കാത്ത സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സാമ്പാറിലേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഇത്. ഉഴുന്നൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം സാമ്പാറിന് നല്ല കട്ടി ഉണ്ടാവും. ഇനി ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാമ്പാർ പൊടി പെട്ടെന്ന് കേടാവാതിരിക്കാനാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ പൊടി റെഡിയായി. അപ്പോൾ ഇനി സാമ്പാർ വെക്കുമ്പോൾ കഷ്ണങ്ങളുടെ കൂടെ ഇതാ ഈ ഒരു പൊടി മാത്രം മതി കേട്ടോ. ഇത് എണ്ണയിലൊക്കെ വഴറ്റിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാമ്പാറിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്